ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉള്ളിലൊരു വലിയ ലോകമുണ്ടല്ലേ? വികാരങ്ങളുടെ ഒരു ലോകം. ചിലപ്പോഴൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലോകത്തേക്ക് ഒരു ചെറിയ യാത്ര പോവാണ്. നമ്മുടെ കയ്യിലൊരു മാപ്പുണ്ട്, ബ്രെണേ ബ്രൗണിൻ്റെ അറ്റ്ലസ് ഓഫ് ദ ഹാർട്ട് എന്ന ബുക്ക്. അതിലെ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ്, പക്ഷെ അതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ എന്നും ഒരു പിടിയുമില്ലാത്തൊരവസ്ഥ. എനിക്കുറപ്പാണ്, നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ വികാരങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു വഴികാട്ടി നമുക്ക് വേണ്ടിവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആദ്യം നമ്മൾ വൾണറബിലിറ്റി, അതായത് ദുർബലതയെപ്പറ്റി സംസാരിക്കും. പിന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കാമെന്ന് നോക്കും. കൂടെയുള്ളവരോട് എങ്ങനെ എമ്പതി കാണിക്കാം. പിന്നെ ഈ ഷെയിം, ഗിൽട്ട്, അതായത് നാണക്കേടും കുറ്റബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അവസാനം ഈ പെർഫെക്റ്റ് ആകണം എന്ന വാശി എങ്ങനെ ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് വൾണറബിലിറ്റിയിൽ നിന്നാണ്. നമ്മൾ സാധാരണ ദുർബലത എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? പക്ഷെ ശരിക്കും അതല്ല. ഏതൊരു നല്ല കാര്യത്തിലേക്കുമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ കുറച്ച് ധൈര്യം വേണം. ആ ധൈര്യമാണ് വൾണറബിലിറ്റി. അതായത് മനസ്സിലുള്ളത് തുറന്നു പറയാനും, തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാനും, ആവശ്യമുള്ളപ്പോൾ ഒരു സഹായം ചോദിക്കാനുമൊക്കെയുള്ള ആ ഒരു കഴിവില്ലേ, അതാണ്. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ബ്രെനേ ബ്രൗൺ പറയുന്നത് ഈ വൾണറബിലിറ്റി ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് നമ്മുടെ ധൈര്യത്തെ അളക്കാനുള്ളൊരു സ്കെയിലാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുറവുകളോടും എല്ലാമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തന്നെ തുറന്നു കാണിക്കാൻ എന്തുമാത്രം ധൈര്യം വേണം. അതാണ് യഥാർത്ഥ ശക്തി. ഓക്കെ, അപ്പോൾ വൾണറബിലിറ്റിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, ഏത് യാത്രയിലായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അല്ലേ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹോപ്പ്, അതായത് പ്രതീക്ഷ എന്താണെന്ന് ശരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷ കണ്ടെത്തുന്നത്? ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റുള്ളത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് വെറുതെ വിചാരിച്ചിരിക്കുന്നതല്ല. അതൊരു സ്കില്ലാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന്. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് എത്താൻ പറ്റുന്ന ചില ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, അവിടേക്ക് എങ്ങനെ എത്താമെന്നൊരു പ്ലാൻ ഉണ്ടാക്കുക, പിന്നെ ആ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ എനിക്ക് കഴിയുമെന്ന് നമ്മളെ തന്നെ വിശ്വസിക്കുക. ഈ മൂന്നും ചേരുമ്പോഴാണ് പ്രതീക്ഷയുണ്ടാകുന്നത്. നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ കൂടുന്തോറും ഈ സ്കില്ല് കൂടുതൽ കൂടുതൽ ഷാർപ്പാകും. ഈ ഒരു കോട്ട് കേട്ടു നോക്കൂ. കുട്ടിയെ വഴിക്കുവേണ്ടി ഒരുക്കുക, അല്ലാതെ വഴിയെ കുട്ടിക്കുവേണ്ടി ഒരുക്കുകയല്ല വേണ്ടത്. ഇത് സംഭവം സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതായത് ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കി കൊടുക്കുന്നതിലൂടെയല്ല, മറിച്ച് ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ ശരിക്കും കരുത്തും പ്രതീക്ഷയുമൊക്കെ നേടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്ര മിക്കവാറും ഒറ്റയ്ക്കുള്ള ഒന്നല്ല. നമ്മുടെ കൂടെ എപ്പോഴും ആളുകളുണ്ടാകും. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുമായി എങ്ങനെ കണക്ട് ചെയ്യാം, അവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ അറിയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് എംപത്തി അല്ലെങ്കിൽ സഹാനുഭൂതി വരുന്നത്. എന്താണ് ഈ എംപത്തി? അത് സിമ്പിളാണ്. മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക, അവരുടെ കഥ കേൾക്കുക, നമ്മൾ അതേ അവസ്ഥയിലൂടെ പോയിട്ടില്ലെങ്കിലും അവരുടെ വിഷമം സത്യമാണെന്ന് വിശ്വസിക്കുക. അത് ഒരാളുടെ കൂടെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നമ്മൾ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. എമ്പതിയും സിമ്പതിയും ഒന്നല്ല. അതായത് സഹാനുഭൂതിയും സഹതാപവും. എമ്പതി നമ്മളെ ആളുകളുമായി അടുപ്പിക്കും, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയും. പക്ഷേ സിമ്പതി എന്താ ചെയ്യുന്നത്? അതൊരു ദൂരമുണ്ടാക്കും. അയ്യോ, കഷ്ടമായി പോയല്ലോ എന്ന് ദൂരെ നിന്ന് പറയുന്നത് പോലെ. ഒന്ന് കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ മറ്റേത് ഒരു അകൽച്ചയാണ് ഉണ്ടാക്കുന്നത്. എമ്പതി കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ഒരാളുടെ പ്രശ്നം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പകരം അവരുടെ ആ വിഷമത്തിൽ, ആ ബുദ്ധിമുട്ടിൽ ഒന്നും മിണ്ടാതെ കൂടെയിരിക്കുക. നീ ഒറ്റയ്ക്കല്ല, ഞാൻ ഇവിടെയുണ്ട് എന്നവരെ തോന്നിപ്പിക്കുക. ഒരു ഉപദേശവും നൽകാതെ അവരുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുകൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സഹായം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അല്ലേ? ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റു പറ്റുമ്പോൾ നമുക്ക് 2 തരം ഫീലിംഗ്സ് വരാം. ഒന്ന് ഷെയിം, നാണക്കേട്. 2 ഗിൽറ്റ്, കുറ്റബോധം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് തിരിച്ച് ട്രാക്കിലേക്ക് വരാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റിയാണ്. ഞാൻ ചെയ്തത് ഒരു മോശം കാര്യമാണ്. ഈ ചിന്ത നമ്മളെ ആ തെറ്റ് തിരുത്താൻ സഹായിക്കും. പക്ഷേ ഷെയിം അങ്ങനെയല്ല, അത് നമ്മളെപ്പറ്റി തന്നെയാണ്. ഞാനൊരു മോശം ആളാണ്. ഈയൊരു ചിന്ത വന്നാൽ പിന്നെ മുന്നോട്ടു പോകാൻ പറ്റില്ല. അത് നമ്മളെ ഒളിക്കാനും ഒതുങ്ങിക്കൂടാനും പ്രേരിപ്പിക്കും.
അപ്പോൾ ഗിൽട്ട് പ്രൊഡക്റ്റീവ് ആകാം, പക്ഷേ ഷെയിം അങ്ങനെയല്ല. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ സ്റ്റോപ്പിലേക്ക് നമ്മളെത്തി. മുന്നോട്ട് പോകുമ്പോഴോ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ ഭാരമുണ്ട് പലർക്കും. അതെങ്ങനെ താഴെ വയ്ക്കാമെന്ന് നോക്കാം. പെർഫെക്ഷനിസം. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ആഹാ, എല്ലാം പെർഫെക്റ്റായി ചെയ്യുന്നത് നല്ലതല്ലേന്ന്. പക്ഷേ അതല്ല സംഭവം. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുന്നതിനെ പറ്റിയല്ല, മറിച്ച് ആളുകൾ എന്ത് വിചാരിക്കും എന്ന ഒരൊറ്റ ചോദ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. തെറ്റുപറ്റിയാൽ മറ്റുള്ളവരെന്ത് കരുതും എന്ന പേടി. ഈ പേടി കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കും, തെറ്റുകൾ വരുത്താൻ പേടിക്കും. അവസാനം അത് നമ്മുടെ വളർച്ചയെ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം എന്നൊരു സംശയമുണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് എമ്പതി. അതിനൊരു സിമ്പിൾ വഴിയുണ്ട്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് അവരുടെ ഒരു വിഷമം പങ്കുവെക്കുമ്പോൾ ഉടനെ ഒരു പരിഹാരം പറയാനോ ഉപദേശം കൊടുക്കാനോ നിൽക്കരുത്. പകരം ഒന്ന് നിർത്തി അവർ പറയുന്നത് മുഴുവനായി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ അനുഭവം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. ആ ഒരൊറ്റ കാര്യം മതി അവർക്ക് വലിയൊരാശ്വാസം കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ചെറിയ മാപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ ലോകത്തേക്കുള്ളൊരു മാപ്പ്. ഇനി നിങ്ങൾ പറയൂ, ഈ ലോകത്തെ ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ ആദ്യം യാത്ര പോകാൻ തീരുമാനിക്കുന്നത്? വൾണറബിലിറ്റിയാണോ അതോ ഹോപ്പാണോ? ചിലപ്പോൾ എമ്പത്തി പ്രാക്ടീസ് ചെയ്യാനാകാം. ഏതായാലും ഈ യാത്ര തുടരുക. നിങ്ങളുടെ ഉള്ളിലെ ലോകം കണ്ടെത്താൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.